Hi friends, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈ വെയിറ്റ് ലോസ് റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആവശ്യമുള്ളത് നുറുക്ക് ഗോതമ്പാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ എടുത്തത് ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്. പാനിൽ കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ജീരകം പൊട്ടിക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങും ഉള്ളിയും ചെറിയ സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, കാരണം വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉച്ചക്ക് ചോറിനൊപ്പം ഇങ്ങനത്തെ ഈ ഒരു റെസിപ്പി കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ്. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഡയറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. നിങ്ങൾക്ക് ഇനിയും മസാല ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പും ചെയ്യാം. ഇതെല്ലാം ഒന്ന് നല്ലോണം 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഓയിലും വളരെ കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ബ്രോക്കൺ വീറ്റും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രോക്കൺ വീറ്റ് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് വെള്ളം വറ്റുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് വറ്റേണ്ട, കുറച്ച് ലിക്വിഡ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് പൊട്ടറ്റോസ് എല്ലാം നല്ലോണം വെന്ത് കിട്ടും. ഇപ്പം ഇവിടെ വെള്ളം ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രോക്കൺ വീറ്റിൻ്റെ ഈ റെസിപ്പി കിച്ചടി ഇവിടെ റെഡിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.